അപ്പോൾ കഴിഞ്ഞ ലൈവ് നിങ്ങൾ കണ്ടു, 4-ാം വലയിലെ കാഴ്ചകളാണ് കണ്ടത്. ഞാനിന്ന് ഇപ്പോൾ 1-ാം വലയിലെ കാഴ്ചകൾ എടുക്കാനാണ് ശരിക്കും ഇന്ന് ഇങ്ങോട്ട് വന്നത് വിളിച്ചു പറഞ്ഞിട്ട്. അപ്പോൾ 4-ാം വലയിലെ കാഴ്ചകളാണെങ്കിൽ ഇന്നിപ്പോൾ 1-ാം വലയിൽ എന്താണ് കിട്ടിയേക്കണേന്ന് നോക്കട്ടെ. ഇന്ന് രാവിലെ എന്തായാലും കാണിച്ചു തരാം. ഈ ലൈവ് വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ജെന്യുവിനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കിട്ടിയേക്കണത് ഒരു 23 കിലോൻ്റെ ഒരു കറുപ്പ് ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ട്. അപ്പോൾ അതിനെ ബാത്ത് ടബല്ലല്ല ടബ് ഉണ്ടാക്കിയിട്ട് ടബിൽ ഇട്ടിട്ടുണ്ട്. ടബിലെ കാഴ്ചകൾ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ കാഴ്ചകൾ എന്തായാലും ഇന്ന് കിട്ടിയേക്കണ കറുപ്പിനെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ വലിപ്പം കൂടുതൽ അതിൻ്റെ ഒരു വില ആയിട്ട് ചേരാതെ കുറച്ച് നേരം നമ്മളിവിടെ ഇങ്ങനെ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. കാണിച്ചു തരാം കേട്ടോ. ടബിൻ്റെ അകത്ത് കിടക്കണ സാധനത്തിനെ കണ്ട് ആരും ഞെട്ടരുത്. ഒരു വലിപ്പമുള്ള മുതലാണ്, വെട്ടക്കുറവുണ്ട്, അതിൻ്റെ പേരിലാണ്. ഉണ്ടോ ഒരു മുതൽ കിടക്കണുണ്ടോ, പാലിട്ടാട്ടി പലൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടോ വെള്ളം ഒഴുകണതിൻ്റെ പേരിലാണ് കേട്ടോ. ഇതിലെ ഫിൽറ്റർ വർക്ക് ചെയ്യണതിൻ്റെ പേരിലാണ്ട് ഇതൊന്നും മര്യാദക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാത്ത. ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചാക്കിയാണ് 21 കിലോ ഭാരം വരുന്ന ഒരു കറുപ്പാണ് അത്. അതിൻ്റെ കൂടെ ഒരു ഏരിയൊക്കെ മുകളിലേക്ക് വന്ന് നോക്കിയാൽ ഇത് 1-ാം വലയിലെ വിശേഷം ഉണ്ടാവും ശരിക്കും. അവിടെ പോയി മുതൽ ഞാൻ അവരെ കൊണ്ട് ആ ഫിൽറ്റർ ഇത്ര നേരം ഓഫ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പണിക്കാർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഏരിയ കിടപ്പുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് ആ ഫിൽറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതെ ചേട്ടാ ഒരു സെക്കൻഡ് ആ ഫിൽറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. ഒരു സെക്കൻഡ് ആ വീഡിയോയിൽ അത് കിട്ടണില്ല, എന്നിട്ട് ഓണാക്കിക്കും. ആ ഫിൽറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ താഴത്തോട്ട് പോയി തോന്നുന്നു. കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല താഴ്ചയിലാണ് കിടക്കണേ. അതിൻ്റെ പേരിലാണ് ഇതിൻ്റെ വ്യക്തതയില്ലാത്ത. ഇനി നമുക്ക് ഇതെന്തായാലും പാക്ക് ചെയ്യുമ്പോൾ ഞാനെന്തായാലും കാണിച്ചു തരാം. അതെ പല വന്നിട്ടേ കണ്ടോ മുതലാണ്. ഇതിനി എങ്ങനെ പിടിക്കും നമ്മള്? കണ്ടോ ഒരു മുതല് സാധനം ഉണ്ടായി. ഇതിനി നമ്മളെങ്ങനെ പിടിക്കാം? ബോൾസ് എടുത്ത് കോരി എടുക്കും. കണ്ട ഇത് 1-ാം വലയിലാണ്. ഇന്ന് എല്ലാ വലയിലും ഇന്നലെ വീണ ഒരു കറുപ്പിന്റെ വീഡിയോ ഞാൻ ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മുടെ 13-ാം വലയില കണ്ടോ മുതല് കണ്ടോ വെള്ളം കലക്കി പുള്ളി. ഇതിപ്പോ നമ്മുടെ 1-ാം വലയിലാണ്. ഓ വെള്ളത്തില് ശരിക്കും പുള്ളി താന്നിറക്കണം. കറുപ്പ് ഹമുർ എന്നൊക്കെ പറയണ മീനാണ്. കണ്ടോ സൈസാണ്. 23 കിലോ ഉണ്ട് സാധനം. പുള്ളി അനങ്ങാട കിടക്കുന്നു. ഭയങ്കര പ്രശ്നക്കാരനാണ്. നമ്മുടെ ക്യാമറയിലൊക്കെ വെള്ളം നിറത്തി പേടിയാണ് അടിക്കത്തെറിച്ച് കഴിഞ്ഞാൽ. അത് കണ്ടോ ഓക്കെ അവനൊന്ന് കൂളാവാൻ വിടാം. ഓണാക്കിക്കോ, ഫിൽറ്റർ ഓണാക്കിക്കോ. അതിൻ്റെ ഓക്സിജൻ കൊടുക്കുന്നത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്കതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇനിയും പല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പുതുമയുള്ള അന്നന്നത്തെ വീഡിയോസായിട്ട് നമുക്ക് ഇതിൽ കാണാതെ കതിരാൻ അത്യാവശ്യം കതിരാനും കൂരിയൊക്കെ ഇന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കൈക്ക് കൂരിയും കതിരാനൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ വല വലിച്ചപ്പോൾ കിട്ടിയേക്കണേ. ഇതൊക്കെ ക്യാച്ച് ആൻഡ് റിലീസാണ് കിടക്കുന്നതൊക്കെ. ഇവിടെ കൂരിയൊന്നും എടുക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വല വലിച്ചിട്ട് എന്താണ് കിട്ടിയെന്ന് നോക്കി. കതിരാനാണ് കേട്ടോ. പെട്ടക്കണ കതിരാൻ. എന്നാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 400 രൂപ റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ നമ്പറുകൾ. ഇനി നിങ്ങൾക്ക് മീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്പറുകളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം കൂടി ഞാൻ വെറുതെ പറയാം. 97 45 81 76 17 ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ മീൻ എടുത്തു വെക്കുന്നതാണ് കേട്ടോ.